എന്താണ് ഇസ്ലാം, എന്താണ് ദീൻ എന്നതിന് കേവലം റമദാനിലോ നിസ്കാരത്തിലോ മാത്രമല്ല, അത് ജീവിതത്തിൽ ഉടനീളം ബാധിക്കുന്ന പ്രതിഫലനങ്ങൾ ഉണ്ടാക്കേണ്ട, ചലനങ്ങൾ ഉണ്ടാക്കേണ്ട നമ്മുടെ വിശ്വാസമാണത്. റമദാൻ കഴിഞ്ഞു, റമദാനിൽ എന്തെന്നില്ലാത്തൊരു ചൈതന്യം. റമദാൻ കഴിഞ്ഞപ്പോ പള്ളികളൊക്കെ കാലിയായി. അപ്പോഴാണ് വാട്സപ്പിൽ ഉസ്താദ് വിടുന്നത്, ഒരു കുട്ടിനെ കിട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ഒരു ജമാഅത്ത് ഉണ്ടാക്കായിരുന്നു, അല്ലെ? ഖാൻമാനില്ല, അങ്ങനെ കണ്ടത്. നമ്മുടെ സുഹൃത്താരോ കാണിച്ചെന്നാണ്, എൻ്റെ അടുത്ത് വാട്സപ്പില്ല. അപ്പോ ഖാൻമാനില്ല, റമദാനിന് വന്നോളിപ്പോ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ കാര്യമായിട്ട് പേടിച്ചത് റമദാനെയാണ്, അള്ളാനെ പേടിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. റമദാൻ എന്തോ ഒരു പേടിപ്പിക്കുന്ന ആളാന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പൊ പിന്നെ നിസ്കാരമൊക്കെ ക്ലിയറാണ്, സുബഹിക്കൊക്കെ അവ്വൽ വക്തിന് അതിന്റെ മുമ്പ് തന്നെ ജമാഅത്തിന് റെഡിയാണ്, 5 വക്തും കിട്ടിയിരുന്ന ആ ഒരു റമദാനിന്റെ സന്തോഷം ഈ നിസ്കാരങ്ങളൊക്കെ താളം തെറ്റിയാൽ നമ്മുടെ മനസ്സും താളം തെറ്റിയിട്ടുണ്ടാവും, നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. റമദാനിൽ അസുഖങ്ങൾ കുറവായിരുന്നു എന്നാ അപ്പൊ ഡോക്ടർക്ക് അറിയാൻ പറ്റും. മൊത്തത്തിൽ ഹോസ്പിറ്റലുകളിലുള്ള തള്ളിക്കയറ്റം റമദാനിൽ കുറവാണ്. കല്യാണം തുടങ്ങിയില്ല, കല്യാണ സീസൺ ഇനി കൂടാണ്. ഹോസ്പിറ്റലിലേക്കുള്ള ചാകര സമയമാണ് റമദാൻ കഴിഞ്ഞാൽ. നമ്മുടെ ആത്മീയമായ ആ ഒരു ചൈതന്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതെ അങ്ങ് എത്തിക്കിട്ടണം. അതിനിപ്പോ എന്താ മാർഗം? വല്ല ഷോർട്ട് കട്ടും ഉണ്ടോ? എങ്ങനെ നമുക്കത് ലഭിക്കും? ജീവിതം ഒന്നാകെ നമുക്ക് ഇസ്ലാമായി കൊണ്ടു നടക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ക്രിയാത്മകതയുള്ള സമൂഹത്തെയാണ് അല്ലാഹു വിഭാവനം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മുഴു സമയവും നിസ്കരിക്കുന്ന ഒരാളെ ദീനാവൂ അങ്ങനെയാണോ? അല്ല. പള്ളിയിൽ കയറുമ്പോ നല്ല അച്ചടക്കത്തിൽ വുളു ചെയ്ത് സുന്നത്തുകളൊക്കെ പാലിച്ച് മനോഹരമായി നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അതേ ചെറുപ്പക്കാരൻ കുറച്ചു നേരം കഴിഞ്ഞാൽ ആളുകൾക്ക് ദഅവത്ത് ചെയ്യുന്ന ഒരു പ്രബോധകനായിട്ട് കാണാം. അതേ ചെറുപ്പക്കാരൻ കുറച്ചു നേരം കഴിഞ്ഞാൽ പള്ളിയിൽ വാങ്ക് വിളിക്കുന്നു. അതേ ആൾ കുറച്ചു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്, പക്ഷേ ഔറത്ത് മറച്ച് മുട്ടുകാല് മറച്ചുള്ള ഒരു ട്രൗസർ ഇട്ടിട്ട് അവൻ നന്നായി ഫുട്ബോൾ കളിക്കുന്നതും കാണാം. അതേ ചെറുപ്പക്കാരൻ മനോഹരമായി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ട്രാഫിക് റൂളുകൾ പാലിച്ച് ഡ്രൈവ് ചെയ്യുന്നു. അതേ ചെറുപ്പക്കാരൻ നല്ല അച്ചടക്കത്തിൽ നീന്തൽ നടത്തുന്നു ഔറത്ത് മറച്ചുകൊണ്ട്. അതേ ചെറുപ്പക്കാരൻ പള്ളിയുടെ മെഹ്റാബിലേക്ക് കയറി ഇമാമ് നിൽക്കുന്നു. ഇതൊക്കെ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റും? കളിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഔറത്ത് മറച്ച് കളിക്കാം. അള്ളാഹു പൈസ തന്ന് സഹായിക്കും. എന്തിനെന്നറിയോ? ഇത് ഇവരെ കൈ കൊടുത്താൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാൻ. നമ്മൾ കള്ളുടിക്കും പഠിച്ചവനെ സർവ്വതോന്യാസം ചെയ്യുമെന്ന് പറഞ്ഞാൽ തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, വേറെ ആൾക്കാരെ കൊണ്ട് അള്ളാഹു അത് പരീക്ഷിക്കുന്നതാണ്. ചെറുപ്പക്കാരൻ ബൈക്കിൽ പോകുന്ന സമയത്ത് അവൻ ഹെൽമറ്റ് ധരിച്ചു പോകുന്നു, മുസ്ലിം ആയതുകൊണ്ട്, പോലീസിനെ പിടിച്ചിട്ടല്ല. അങ്ങനെയുണ്ടോ? ലാ ളററ വലാ ദിറാർ. നിങ്ങൾ ബുദ്ധിമുട്ടാവും വേണ്ട, ആരെയും ബുദ്ധിമുട്ടാക്കുകയും വേണ്ട. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ, തലക്ക് ക്ഷതമേറ്റ് കിടന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. നല്ല ഹെൽമെറ്റ് റോഡ് സൈഡിൽ 150 രൂപ കിട്ടണ വാങ്ങിയിട്ടിട്ട് കാര്യമില്ല. തലയും പൊട്ടും ഹെൽമെറ്റും പൊട്ടും. മുസ്ലിമായ ആൾ ഇത് ചെയ്യുന്നത് അതവന്റെ ഇസ്ലാമാണ്. റോഡ് ഏതെങ്കിലും പാവപ്പെട്ട ആള് ക്രോസ് ചെയ്യുമ്പോ വാഹനം നിർത്തിക്കൊടുക്കും. നമ്മൾ പറയും അറബികളുടെ നല്ല സ്വഭാവം, അത് ഇസ്ലാമിന്റെ സ്വഭാവമാണ്. നമ്മൾ ഹോണടിച്ച് തെറിപ്പിക്കും റോട്ടിലെ കാലെടുത്ത് വെച്ചാൽ. അയാൾ കടന്നു പോട്ടെ. വൃദ്ധയായൊരു പെണ്ണ്, കുറച്ച് സ്കൂൾ കുട്ടികള്, നടക്കാൻ പറ്റാത്ത പ്രായമുള്ള ആളുകള്, അവരൊന്ന് സ്വസ്ഥമായിട്ട് ആ റോഡൊന്ന് മുറിച്ചു കടന്നോട്ടെ എന്ന് നല്ല സ്വഭാവത്തിൽ ഡ്രൈവ് ചെയ്യുന്ന നല്ലൊരു ഡ്രൈവർ, അവൻ ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വാഹനത്തിലോ അതിന്റെ പുറത്തോ ഒക്കെ ഇസ്ലാമിന്റെ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും. കച്ചവടക്കാർ, ജെസിബിന്റെ പരസ്യം ഇഷ്ടം പോലെയാണ് ഇപ്പൊ റോഡ് സൈഡിൽ, അല്ലേ? കുഴിമാന്തി എന്ന് പറയണേ, അത് മന്തിയാണ്, മദ്ദില്ല എന്ന് മാത്രം. ഇങ്ങനെ ഒരു തിന്നാനായിട്ട് പറഞ്ഞൊരു സമൂഹമായി നമ്മുടെ ജില്ലക്കാരൊക്കെ മാറിയോ എന്ന്. എവിടെ നോക്കിയാലും ഷവർമ, കുഴിമന്തി, ബ്രോസ്റ്റ്,
അൽഫാം അലൽ ഫഹ്മ് എന്നാണത്. വഞ്ചനയില്ലാത്ത, മായങ്ങളില്ലാത്ത, ആളുകളുടെ നൽകുന്ന മൂല്യത്തിന് വില നൽകുന്ന നല്ലൊരു കച്ചവടക്കാരൻ ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ആ വഴിക്കാണ് നമ്മുടെ ചർച്ചകൾ ഇന്ന് പോകുന്നത്. ഇസ്ലാം ജീവിതത്തിന്റെ ഓരോ കോണിലും ഓരോരുത്തർക്കും ജീവിത വഴിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതാണ്. പള്ളിയിലെ ഉസ്താദ് എങ്ങനെ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നുവോ ഒരു കൂലിപ്പണിക്കാരനും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യാൻ പറ്റും. മിമ്പറിൽ കയറുന്ന ഖതീബ് ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന പോലെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ, അത്രയും അപകടമുണ്ടാക്കുന്ന രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് റോഡുകളിൽ ഇടപെടുന്ന നമ്മുടെ ഓട്ടോറിക്ഷക്കാർ, അവരൊക്കെ ഒന്ന് സ്വഭാവം മാറ്റിയാൽ, മൊത്തം നഗരങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഓട്ടോക്കാർ കോഴിക്കോടാണെന്ന് പറയാറുണ്ട്. വൻ നഗരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കറിയില്ല ഓട്ടോറിക്ഷക്കാർ തിരൂരെങ്ങനെ പെരുമാറുന്നത്, ആളുകളോട് ചാർജ് ചെയ്യുന്നത്. അള്ളാഹു, ഇതൊക്കെ ഇസ്ലാമാണ്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് കറങ്ങുന്ന സമയത്ത് 2 പ്രാവശ്യം നിയമസഭാ മന്ദിരം കണ്ടപ്പോ ആള് ചോദിച്ചു, ഇതുപോലെയുള്ള മന്ദിരം രണ്ടെണ്ണം ഉണ്ടോ? ഇനി 3 വേറെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ വട്ടം കറക്കി ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടുകൾ മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല. ജീവിതം ഇസ്ലാമാകുന്നത്, നമ്മുടെ വാക്കുകളിൽ ഇസ്ലാം ഉണ്ടാകുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇസ്ലാം ഉണ്ടാകുന്നത്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഇസ്ലാം ഉണ്ടാകുന്നത്, ഇതാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഇസ്ലാമിന്റെ നിലനിൽപ്പ് മനുഷ്യരെ കൊണ്ടായിരുന്നുവെങ്കിൽ മറ്റേത് മതങ്ങളെയും പോലെ ഇസ്ലാം എന്നോ മരിച്ചുപോയേന് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരിലൂടെയാണ് ഇസ്ലാം ജീവിക്കുന്നതെങ്കിൽ അല്ല, എന്നെയും നിങ്ങളെയും കണ്ടിട്ടല്ല ഇസ്ലാമിന് അള്ളാഹു പറഞ്ഞയച്ചത്. മുസ്ലിമീങ്ങൾ ഇസ്ലാം അനുസരിച്ചു ഒരാളും ജീവിച്ചില്ല എന്ന് വിചാരിക്കുക, എന്നാലും ഇസ്ലാം ഇവിടെ മുന്നേറുമെന്ന് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിനെ ഈ ലോകത്തേക്ക് അവതരിപ്പിച്ചവൻ ഞാനാണ്. വഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ഖുർആനിന്റെ സംരക്ഷണം നാമാണ് നിർവഹിക്കുന്നത്, അല്ലാഹുവാണ്, മനുഷ്യനല്ല, മുസ്ലിമല്ല. മുസ്ലിമീങ്ങളെ കണ്ടിട്ടല്ലല്ലോ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത്, അല്ല. നമ്മളാരും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ പോലും ഇസ്ലാമിനെ അല്ലാഹു ലോകത്ത് വളർത്തും. എങ്ങനെ? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ കാഫിറൂൻ അലാ റഗ്മി ഉനൂഫിഹിം. അങ്ങനെയാ, അവിശ്വാസികൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ തന്നെയും ഇസ്ലാമിനെ ലോക മതങ്ങളുടെ മുൻപന്തിയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. ലോക മതങ്ങളുടെ മുൻപന്തിയിലേക്ക്. നമ്മൾ ഇന്ന് പറയില്ലേ ക്രിസ്ത്യാനിസമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം എന്ന്, അത് മാറി ഇനി ഇസ്ലാമാവും. ക്രിസ്ത്യാനി സമൂഹം നമ്മുടെ കേരളത്തിലൊക്കെ നല്ല ഉഷാറാണ്. പക്ഷേ യൂറോപ്യൻ നാടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചുകളാണ്. നമുക്കറിയാം, ജർമ്മനിയിൽ പോയാലും UK-യിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ഏറ്റവും കൂടുതൽ പഴയ ബിൽഡിങ്ങുകൾ അവിടുത്തെ ചർച്ചുകളാണ്. ഇന്നതൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചർച്ച് കച്ചവടം ചെയ്യാണ്. ലണ്ടൻ നഗരത്തിലുള്ള മുസ്ലിമീങ്ങൾ നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന പള്ളികളിൽ ബഹുഭൂരിപക്ഷവും ചർച്ചുകളാണ്. എങ്ങനെയെന്നറിയോ? ചർച്ച് കമ്മിറ്റി വിൽക്കുകയാണ് മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ പള്ളിയേക്ക് കൊണ്ടുപോയിക്കോളി, ഞങ്ങൾക്ക് എന്തേ ഇവിടെ ആള് വരാനില്ല. അങ്ങനത്തെ ഒരു പള്ളിയിൽ വലിയൊരു ജുമാ മസ്ജിദ് ഉണ്ട്, വെംബ്ലി ടൗൺ ജുമാ മസ്ജിദ്, ഇംഗ്ലണ്ടിൽ, ലണ്ടനിൽ. ഒരുപാട് നഗരങ്ങൾ ചർച്ചുകൾ വിറ്റുകൊണ്ടിരിക്കുക. അപ്പൊ മുസ്ലിം കമ്മിറ്റിക്കാർക്ക് അത് എളുപ്പമാണ്. പള്ളി ഉണ്ടാക്കാൻ ഏതായാലും പറ്റൂല അവിടെ, പക്ഷെ ചർച്ച് വാങ്ങി പള്ളിയാക്കാൻ പറ്റും. ബിൽഡിംഗ് വില്ലകളെടുത്ത് പള്ളിയാക്കാൻ പറ്റും. ഇപ്പോൾ ചർച്ചുകളാണ് പള്ളിയാക്കുന്നത്. മുനാരൊന്ന് മാറ്റും, നമ്മുടെ ക്രോസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ മുനാരാക്കി മാറ്റും. അകത്ത് ചെന്നാൽ ഒരു ക്രിസ്തീയ ദേവാലയത്തിന്റെ സർവ്വ ചിഹ്നങ്ങളും ഇപ്പോഴും കാണത്തക്ക രീതിയിൽ. എന്താ അതിനർത്ഥം എന്നറിയോ? ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇല്ല. മുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിം ഈ ജീവിതം ദിനചര്യയാക്കി മാറ്റിയ ഇസ്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ്. അതുകൊണ്ട്
കണക്കെടുത്തു നോക്കിയാൽ എണ്ണത്തിൽ ക്രിസ്ത്യാനികളാണ് കൂടുതലെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നവർ മുസ്ലിമീങ്ങളായി ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു സംഘത്തിലേക്ക് ചേർന്നാൽ നമുക്ക് നല്ലത്, നമ്മൾ പിന്മാറിയാൽ നമുക്ക് നഷ്ടം. വലൻ യദുറല്ലാഹ ശൈഅ, അല്ലാഹുവിന്റെ ഒരു നഷ്ടവും കൊണ്ട് നമുക്ക് വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ആര് നന്മ ചെയ്താലും അവനാണ്, ആര് തിന്മ ചെയ്താലും അത് അനുഭവിക്കേണ്ടതും അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അനുയായികളിൽ നബിതങ്ങളുടെ തിരു ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും ജീവിച്ച സ്വഹാബിയാണ്. തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്, നിബിതങ്ങളെ കാണാൻ ഭാഗ്യമില്ലാതിരുന്ന താബിഈങ്ങൾ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ള, ഒരു സെക്കൻഡെങ്കിലും നബിയോടുകൂടെ മുസ്ലിമായി സഹവസിക്കാൻ കഴിഞ്ഞാൽ സ്വഹാബിയാണ്. കാണണമെന്നില്ല, കണ്ണു കാണാത്ത അന്ധന്മാരായ സ്വഹാബിമാർ അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ നബിയെ കാണണം എന്ന് നിർബന്ധമല്ല, നബിയോടൊപ്പം നബിയുടെ സദസ്സിൽ മുസ്ലിമായിട്ട് ഒരു സെക്കൻഡ് നേരമെങ്കിലും ചെലവഴിച്ചാൽ അവരെയാണ് സ്വഹാബി എന്നറിയപ്പെടുക. തൂബാ ലിഐനൈൻ, അബൂ ദർദാ നിങ്ങളുടെ രണ്ട് കണ്ണുകളുടെ മഹത്വമേ, റഅതാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായല്ലോ, നിങ്ങളുടെ കണ്ണുകൾക്ക് ആ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ എന്ന് അനുയായികൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, എന്തിനാണ് നിങ്ങൾ കുടിക്കുന്നത്? ഫീ ഷൈഇൻ ഗയ്യബഹു അല്ലാഹു അൻകും, അല്ലാഹു നിങ്ങൾക്ക് തരാതെ മറച്ചു വെച്ചു പോയൊരു കാര്യം എന്തിനാണ് നിങ്ങൾക്ക് വേണമെന്ന് കൊതിക്കുന്നത്? നിങ്ങൾ അറിഞ്ഞോ, നിബിതങ്ങളെ ഞങ്ങൾ കണ്ടു വളർന്ന ആ കാലത്ത് ഞങ്ങൾ സഹിച്ച ത്യാഗമോ ബുദ്ധിമുട്ടോ നിങ്ങൾക്കൊന്ന് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വാപ്പ മുസ്ലിമാണ്, മകൻ മുസ്ലിമല്ല, മകൻ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമല്ല, ഉമ്മ മുസ്ലിമത്താണ്, വാപ്പയും മക്കളും മുസ്ലിമീങ്ങളല്ല. ഇങ്ങനെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളായി വന്നത്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ ജനിച്ചപ്പോഴേ ഉമ്മയും വാപ്പയും മുസ്ലിം, ജ്യേഷ്ഠനും അനുജനും മുസ്ലിം, പെങ്ങളും മുത്താപ്പയും എളാപ്പയും മുസ്ലിം. ഈ ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്താണ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ സഹിച്ച ത്യാഗം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നോ? മദീനയിൽ നല്ല പ്രായമുള്ള ഒരു സ്ത്രീ ചീരകളുടെ അടിഭാഗം അതിന്റെ മുരടെടുത്തിട്ട് കുറച്ച് മാവും കലക്കിയിട്ട് ഒരു വെള്ളത്തിൽ വേവിച്ചിട്ട് ചീരയുടെ വേരുകൾ ഇടുമായിരുന്നു. ആ ഭക്ഷണം വെള്ളിയാഴ്ച ദിവസം അവർ വിളമ്പും. ഒന്നുമില്ല, കുറച്ച് മാവും ചീരയുടെ വേരും. മഹാനായ സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങളായി ഞങ്ങൾ പട്ടിണി കിടന്ന് നടന്നപ്പോ ആ ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒന്ന് വെള്ളിയാഴ്ച ആവണേ എന്ന് എത്രയാണ് ഞങ്ങൾ ദുആ ചെയ്തത് നബിയുടെ കാലത്ത്. ഒന്നുമില്ല, വിശന്നിട്ട് കാരക്കയും വെള്ളം മാത്രം കുടിച്ച് നടന്നിട്ട് ഈ ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ജുമുഅയാവാൻ, ജുമുഅസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, വിശന്നിട്ട് വയറ് പൊരിയാൻ. ഈ ഒരു ഭക്ഷണം കിട്ടുമല്ലോ വെള്ളിയാഴ്ചയായാൽ. നിങ്ങൾക്കതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ജനിച്ച കാലം നിങ്ങൾക്ക് ഖൈറാണ്. ഞങ്ങൾ ചെയ്ത പോലെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങളത് വെറുതെ കൊതിക്കണ്ട എന്ന് പറഞ്ഞു അബൂ ദർദാ റളിയല്ലാഹു അൻഹു. നമ്മൾ പറയില്ലേ, നബിയെ കണ്ടിരുന്നെങ്കിൽ, തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ റബ്ബേ ഒരു സ്വഹാബിയായി സ്വർഗത്ത് പോകായിരുന്നല്ലോ. ആ യുദ്ധം ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ സന്നദ്ധതയോ ത്യാഗം സഹിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടായി. ഇപ്പൊ ഡോക്ടറോട് പറഞ്ഞില്ലേ, ദിവസം മിനിമം 2 എന്തെങ്കിലും വരുന്നുണ്ട്. ഈ നമുക്ക് ഈ ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഒക്കെ വരുമ്പോൾ മാനസികമായി ഉള്ള ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ക്ഷീണം വരുന്നത്, അത് ലൈവ് കൂടിയാണെങ്കിലോ, ഇതിപ്പോ വരുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലേക്ക് ആയിരിക്കും, അതായത് ഇപ്പൊ വലിയ യുദ്ധം നടക്കുന്ന ഏരിയ. ഇതൊക്കെ നേരിട്ട് കുത്തലുകളും അടിയും പ്രഹരവും കിട്ടിയിരുന്ന ഒരു കാലം നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മളെ കൊണ്ടൊക്കെ അത് സാധ്യമാകുമായിരുന്നോ? അതുകൊണ്ടായിരിക്കും കാലങ്ങൾക്ക് പിറകെ അള്ളാഹു നമ്മെ പറഞ്ഞയച്ചത്.
എന്റെ സഹോദരങ്ങളെ കണ്ടെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ഒരു ജനാസയിൽ സംഗമിച്ച് ഒരു സ്വഹാബിയുടെ ഖബർ മറവ് ചെയ്തുകൊണ്ടിരിക്കെ അവിടുത്തെ സ്വഹാബ് കൂടെയുണ്ട്. വഫാത്തായി കിടക്കുന്ന സ്വഹാബി വഫാത്തായി മറുലോകത്തേക്ക് ആഖിറത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞ നബിയുടെ അനുചരന്മാർ മുമ്പില് കൂടെ ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾ അവരുടെ മുമ്പിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, വദിത്തു, ഞാൻ കൊതിച്ചു പോകുന്നു, ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കാണാൻ ഭാഗ്യമുണ്ടായെങ്കിലെന്ന്. അവർ ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലയോ നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ? ആരെ കാണാനാ അങ്ങ് കൊതിക്കുന്നത്? ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? ഖാല അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, എന്റെ സന്തത സഹചാരികളാണ്, എന്റെ സഹോദരന്മാർ. അല്ലദീന ലം യഗ്ഫൂ ബഅദ്, ഇതുവരെ ലോകത്ത് വരാത്തവർ. യുഅ്മിനൂന ബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കാൻ പോകുന്നവർ. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന അവതരണത്തിന് വഹയിന്റെ വരവിന് സാക്ഷികളാവാതെ ഖുർആനിന്റെ രണ്ട് ചട്ടകൾക്കിടയിൽ കിട്ടിയിട്ട് അത് വിശ്വസിക്കുന്നവർ, അവരാണ് നിങ്ങളെക്കാൾ ഈമാൻ കടുപ്പമുള്ളവർ. അവരെ കണ്ടെങ്കിലെന്ന് ഞാൻ കൊതിക്കുന്നുവെന്ന് റസൂലുള്ളാഹ്. 2000-ന് മുമ്പും 900-ന്റെ ശേഷവുമായി ജനിക്കാൻ ഭാഗ്യമുണ്ടായ സദസ്സിലുള്ള ആളുകൾ, അതിന്റെ മുമ്പും ശേഷവുമായി ജനിക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ റസൂലിനെ രണ്ട് കണ്ണുകൊണ്ട് കാണാതെ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് സാക്ഷികളാവാതെ ആമന്നാ ബിഹി വസദ്ദഖ്നാ ബിഹി, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന് ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ്, ഇത് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ എന്റെ സഹോദരന്മാരാണ്, ഞാൻ അവരെ കാണാൻ കൊതിക്കുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ കൊതി കൊണ്ടവരിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ? കാണാൻ കൊതിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സഹോദരനിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ? ആ ഒരു സഹോദരിയിൽ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ പെട്ടിട്ടുണ്ടോ? യുഅ്മിനൂന ബി വലം യറൗനി. അവിടേക്കാണ് നമ്മൾ ഓടുന്നത്, അവിടേക്കാണ് നമ്മൾ ഓടുന്നത്. അത് കിട്ടാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ ഒരു തരത്തിലേക്ക് ഇഖ്വാനിലേക്ക് നമ്മളെ എത്തിച്ചു തരാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. നബി തങ്ങളോട് അവർ ചോദിച്ചു, അവ തഅരിഫുഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കാണാത്ത ആളുകളെ കോടാനുകോടി ആളുകൾ വരുമ്പോൾ അവരിൽ വിശ്വസിക്കുന്നവർ കുറച്ച്, വിശ്വസിച്ചിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നവർ അതിലും കുറച്ച്. ഇവരെയൊക്കെ അങ്ങേക്ക് കണ്ടാൽ തിരിച്ചറിയുമോ നബിയേ? തങ്ങൾ പറഞ്ഞു, അനഫറതുകും ഇൻദൽ ഹൗദ്, എനിക്കൊരു ഹൗദ് അല്ലാഹു തന്നിട്ടുണ്ട്, ഹൗദുൽ കൗസർ. കൗസർ എന്ന നദിയുണ്ട് നാളെ. ആ നദിയിലെ പാനീയം ഞാൻ കുടിപ്പിക്കും നിങ്ങൾ ഓരോരുത്തർക്കും. മൻ ശരിബഹ, അത് കുടിച്ചവൻ ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്, ഞാൻ നിങ്ങൾ അവിടെ കാത്തിരിക്കും, നിങ്ങൾ വരണം കേട്ടോ, ഞാൻ അവിടെ ഉണ്ടാകും. പറയില്ലേ കല്യാണത്തിന് കാണാം, അവിടെ വെച്ച് കാണാം, ഇവിടെ വെച്ച് കാണാം എന്നൊക്കെ പറയണ പോലെ തങ്ങൾ പറയാൻ, ഞാൻ ഹൗദുൽ കൗസറിൽ നിങ്ങളെ കാത്തിരിക്കും കേട്ടോ, നിങ്ങൾ വരുന്നത്. സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു തരിൻ, കറുത്ത ഒരു കൂട്ടം കുതിരകൾ, ആയിരക്കണക്കിന് കുതിരകൾ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങ് നിർത്തിയെന്ന് വിചാരിക്കട്ടെ. ആ കറുകറുത്ത കുതിരകൾക്കിടയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കുതിരകളുടെ കയ്യും കാലും മുഖവും വെളുത്തിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കുതിരകൾക്കിടയിൽ നിന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അവയെ തിരിച്ചറിയാൻ കഴിയും? അതുപോലെ എന്റെ ഇഖ്വാനിനെ, എന്റെ സഹോദരന്മാരെ നാളെ ഞാൻ തിരിച്ചറിയും. നിങ്ങൾ വരുന്നത് വുദൂ ചെയ്തത് കാരണം നിങ്ങളുടെ കൈകാലുകൾക്ക് ശോഭയുണ്ടാകും, വെളിച്ചമുണ്ടാകും. ആ വെളിച്ചം കാരണം ഞാൻ നിങ്ങളെ തിരിച്ചറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പ്രകാശം ഉണ്ടാകുന്ന ഒരു ഹിന്ദു സ്ത്രീ ഡോക്ടർ, അവർ മുസ്ലിമത്തായി.
അവർ മുസ്ലിം ആവാൻ കാരണം പറഞ്ഞതേ, പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ കാണുമ്പോൾ മുഖത്തൊരു ശോഭയുണ്ട്. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അള്ളാഹുരുടെ ഈമാൻ ഹിദായത്ത് അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കട്ടെ. അവരിപ്പോ കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അള്ളാഹുരുടെ ഹിദായത്തിന് അള്ളാഹു ഉറപ്പിക്കട്ടെ. അവരുടെ ഖൽബിന് അള്ളാഹു ഉറച്ച ഈമാൻ നൽകട്ടെ. ആമീൻ. പറഞ്ഞ കാരണം എന്താണെന്നറിയോ? പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ മുഖത്ത് ഒരു നല്ല പ്രകാശമുണ്ട്. ഇത് ഞാൻ ഒരിടത്തും കാണുന്നില്ല. ഓരോന്നിനും കാരണം ഉണ്ടാവില്ല. സ്ട്രൈക്ക് ചെയ്യുന്ന ചില റീസൺസ് ഉണ്ടാവും. ഇമ്മീഡിയറ്റ് റീസൺ അതായിരുന്നു. അള്ളാഹു ആ സഹോദരിക്കും നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരുപാട് ആളുകൾ സഹോദരന്മാർ ദീനിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബിയുടെ മുമ്പിലേക്ക് അങ്ങനെ കൈകാലുകൾ വെളുത്തവരായി വുദൂഇന്റെ അടയാളങ്ങളുമായി സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, സുജൂദ് ചെയ്ത ആളുകളുടെ നെറ്റിയിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചവുമായി തിരുനബിയുടെ മുമ്പിലേക്ക് വരുന്നു. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദീനിലേക്കുള്ള വരവ്, ഇസ്ലാമിലേക്കുള്ള കവാടം ഇൽമാണ്, പഠിക്കലാണ്, പഠനമാണ്. ആ ഇൽമിന് വേണ്ടിയാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്നഹ്. തിരൂരിലെ ഈ ടൗൺ ഹാളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, കോട്ടക്കിൽ നിന്ന് വരുമ്പോ, അല്ലെങ്കിൽ ഇവിടുന്ന് ചമ്രവട്ടത്ത് നിന്ന് വരുമ്പോ, താനൂരിൽ നിന്ന് വരുമ്പോ, ചെമ്മാടുന്ന് വരുമ്പോ, അല്ലെങ്കിൽ വൈലത്തൂരിൽ നിന്ന് വരുമ്പോ, പടച്ചവനെ എവിടെയാണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി, എവിടെയാണ് ടൗൺ ഹാൾ, എവിടെയാണ് ഈ വാഗൻ ട്രാജഡി ഹാൾ, എവിടെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് ആ വഴിയിലൂടെ കടക്കുകയാണ്. അതൊരു വഴിയാണ്, വലിയൊരു വഴിയിലേക്കുള്ള തുടക്കമാണ്. യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ, പഠിക്കണമെന്ന് ഉദ്ദേശിച്ചാ വരുന്നത്. അങ്ങനെ വന്നാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു നിങ്ങൾക്കും എനിക്കും സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരൊറ്റ കാര്യം അല്ലാഹു സ്വീകരിച്ചാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നന്മകൾക്കുള്ള അവസരങ്ങൾ അല്ലാഹു തന്നുകൊണ്ടിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ് വഫാത്തായി പോയപ്പോ ചെറുപ്പക്കാരനായ ഒരു കൂട്ടുകാരനോട്, വളരെ ചെറുപ്പമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, തങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, തങ്ങൾ വഫാത്താകുമ്പോ താരീഖിന്റെ ഉലമാ പറയുന്നത് 15 വയസ്സ് പ്രായമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ താഴെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. വളരെ ചെറിയ പ്രായം നബി തങ്ങൾ വഫാത്താകുന്ന സമയം. പക്ഷേ ഇബ്നു അബ്ബാസ് എന്ന ഒരു ചെറിയ കുട്ടിയാണ്. വലിയ കിബാറു സ്വഹാബ, ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ തങ്ങൾ കുട്ടിയായ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ കാണുമ്പോ കൈപിടിക്കും. കൈപിടിച്ചിട്ട് ആ കൈ തുരുതുരെ ചുംബിച്ചുകൊണ്ട് കൈമുത്തിക്കൊണ്ട് പറയും, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ കൈമുത്തണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ കൽപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്നത് ആരാ? സ്വഹാബികൾ. അതുകൊണ്ടാ സയ്യിദന്മാരുടെ കൈ നമ്മൾ മുത്തുന്നത്. ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കാണുമ്പോൾ, ചെറിയ മക്കളാണെങ്കിലും ഇത് ചെയ്തതാരാണ്? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, വലിയ മഹത്തുക്കൾ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഈ കുട്ടിയെ കാണുമ്പോ സയ്യിദ് കുട്ടിയാണ്, തങ്ങൾ കുട്ടിയാണ്. അതുകൊണ്ട് വളരെ ചെറിയ കുട്ടിയാണെങ്കിലും തങ്ങന്മാരെ നമ്മൾ നിങ്ങൾ എന്നേ വിളിക്കുള്ളൂ, അല്ലേ? നമ്മുടെ മലപ്പുറം ഭാഷയിൽ എന്തെല്ലാം വർത്താനം പറയേണ്ട ഒരാളോട് നീ എന്ന് പറയേണ്ടതിനല്ലേ? നമ്മുടെ നാടൻ ഭാഷ ഉപയോഗിച്ചാലേ അതൊന്നും തങ്ങളുട്ടിനോട് പറയോ? നിങ്ങൾ എന്നല്ലേ പറയാ? അങ്ങനെ പറയാൻ പാടുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോ ചെറുപ്പക്കാരനായ കൂട്ടുകാരനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട്, ഇവിടെ പ്രഗത്ഭരായ സ്വഹാബത്ത് ജീവിച്ചിരിപ്പുണ്ട്. പ്രഗത്ഭരായ സ്വഹാബികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം, അവരുടെ അരികത്ത് ചെന്ന് ഇൽമു പഠിച്ചാലോ? ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങൾ ചെറുപ്പമാണല്ലോ,
പ്രഗത്ഭരായ സ്വഹാബത്ത് ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളോട് വല്ല മസല ആരെങ്കിലും വന്ന് ചോദിക്കോ? ഇവിടെ മഹാന്മാരെ ജീവിച്ചിരിക്കുമ്പോ അവരടുത്തല്ലേ പോയി ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ പോയി ഇപ്പോ ഓരോരുത്തരെ പിന്നാലെ നടന്ന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ആ ചെറുപ്പക്കാരൻ മറുപടി കൊടുത്തു. അബ്ബാസ് പറയുന്നു, ഞാൻ അയാളെ വിട്ടു. ഞാൻ പോയി ഒറ്റയ്ക്ക് മഹാന്മാരായ സഹാബിമാരിൽ ആരുടെയെങ്കിലും അരികത്ത് ഒരു ഹദീസ് ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ അവിടെ പുരക്ക് പോകും, വീടിന്റെ അരികത്ത് ചെല്ലും, വാതിലിന്റെ അരികത്ത് കാത്തിരിക്കും അവർ ഇറങ്ങി വരുന്നത് കാണാൻ. അവര് പറയുമായിരുന്നു, ചില കരിമ്പടം പുതച്ചുകൊണ്ട് ഞാൻ കടന്നിട്ടുണ്ട് ചില വീടിന്റെ വാതിൽക്കൽ, കാറ്റടിച്ചിട്ടുണ്ട്, മുഖത്തേക്ക് പൊടി വന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ കിടക്കും. അവര് പുറത്തു വരാൻ അവർ കടക്കുമ്പോ അവര് പറയും, പുറത്തു കടക്കുമ്പോ പറയും, ഇബ്നു അബ്ബാസ് എന്നവരെ ഞങ്ങളല്ലയോ നിങ്ങളുടെ അരികത്തേക്ക് വരേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് വരികയാണോ? ഇബ്നു അബ്ബാസ് എന്നവർ പറയും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുകൾ വല്ലതുണ്ടോ ഒന്ന് പഠിപ്പിച്ചു തരണമേ. അങ്ങനെ ഇൽമ പഠിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്തിനാ അത് പഠിച്ചെന്നറിയോ? ഇൽമിലൂടെയാണ് ദീനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഇൽമ് ദീനിലേക്കുള്ള വലിയൊരു കവാടമാണ്. അറിവിന്റെ കവാടങ്ങൾ അല്ലാഹു ഇന്നത്തെ കാലത്ത് ഒരുപാട് നമുക്ക് തുറന്നു തന്നില്ലേ? ഒരുപാട് തുറന്നു. ഉപയോഗപ്പെടുത്തുക. എത്രയോ നന്മകൾ നമ്മൾ അറിയുന്നത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയാണ്. നല്ലതിന് ഉപയോഗിക്കുന്നു, അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യമാണ്. അൽഹംദുലില്ലാഹ്, വളരെ നല്ല കാര്യം. തുടർന്നോളി, വളരെ കൂലി കിട്ടുന്ന സംഗതിയാണ്. എന്റെ കാരണം എന്നറിയോ? നമ്മൾക്കിപ്പോ വായിക്കാൻ മടിയുള്ള കാലാണ്. പത്രങ്ങളൊക്കെ പരസ്യങ്ങളെ കൊണ്ടാണ് പിടിച്ചിരിക്കണത് എന്നാ. വലിയ വലിയ പത്രങ്ങളുണ്ടല്ലോ, ഇവിടെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, അത്രക്ക് എഡിഷൻ, അല്ലെങ്കിൽ അത്രക്ക് കോപ്പി, അല്ലെങ്കിൽ അത്രക്ക് സ്ഥലങ്ങളിൽ നിന്ന് പബ്ലിഷ്. എന്ത് തന്നെയാണെങ്കിലും വായിക്കുന്നവർ കുറവാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനോരമ പത്രമാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും സുപ്രഭാതം പിന്നെ നമ്മൾ വായിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് ഞാനത് പറയണില്ല. വായന കുറവ്, മൊത്തത്തിൽ മടിയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്കൊക്കെ ഉറക്കം വരാത്ത പെണ്ണുങ്ങളൊക്കെ ഉറക്കം വരാൻ ഒരു പുസ്തകം എടുത്ത് വായിക്കാനാവും. 1.5 പേജ് ആകുമ്പോൾ തന്നെ ഒരു കൂർക്കം വെച്ച് ഉറങ്ങിയിട്ടുണ്ടാവുന്ന. ഉറക്കുകുളി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഫാനിന്റെ ആവശ്യമില്ല, AC-ന്റെ ആവശ്യമില്ല, പുസ്തകം വായിച്ച ഉറക്കം വരും. ഖുർആൻ തുറന്നു വെച്ച ഉറങ്ങുന്ന എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ വായിക്കാൻ മടി വന്ന കാലത്താണ് അല്ലാഹു തആല കാണാനും കേൾക്കാനുമുള്ള അവസരം തുറന്നത്. അപ്പൊ യൂട്യൂബ് വന്നു, ഗൂഗിൾ വന്നു, നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു, കേൾക്കാനും കാണാനും ഒരുപാട് സംവിധാനം. എപ്പോ വായിക്കാൻ മടി വന്നപ്പോ ഇങ്ങനെ കേട്ട് നടക്കാം. വാഹനം ഓടുകയാണ്, ഒരു USB കുത്തിവെച്ചു, അങ്ങനെ ഖുർആനോ വഅദോ ദർസോ എന്താ വെച്ചാൽ കേട്ട അങ്ങനെ പോവാ. കേൾക്കാം, കാണാം. ആ ഒരു അവസരം തന്നെ അല്ലാഹു നോക്കുകയാണ്, നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന്. ഉറപ്പാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹു ചോദിക്കും, നിങ്ങളുടെ കൈകളിലുള്ള മൊബൈലുകളോ, നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകളോ, നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളോ, നിങ്ങളുടെ മറ്റു സംവിധാനങ്ങളെല്ലാം ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഡേറ്റ പാക്കേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈഫൈ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ എന്തിനൊക്കെ ഉപയോഗിച്ചുവോ, അള്ളാഹുവിന് വേണ്ടി എത്ര ഉപയോഗിച്ചു എന്ന് ചോദ്യം ഉണ്ടാവും. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര ഉപയോഗിച്ചു? നിങ്ങൾ കച്ചവടം നടത്താനൊക്കെ ഉപയോഗിച്ചുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അള്ളാഹ്ക്ക് വേണ്ടി അതിൽ എത്ര ശതമാനം കൊടുത്തു? ഇൽമിന്റെ മാർഗങ്ങളാണ്. അതാരൊക്കെയാണോ നന്മ പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ അള്ളാഹു സർവ്വ ഖൈറും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ ശഹവതുക ലിൽ ഇൽം, ഇൽമ പഠിക്കാൻ നിങ്ങളുടെ ആഗ്രഹം എത്രയാണ്? ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഒരു ഇൽമിന്റെ ഒരക്ഷരം കേട്ട് കഴിഞ്ഞാൽ, അസ്മഉ ബിൽ ഹർഫ്, ഞാൻ കേൾക്കാത്ത ഏതെങ്കിലും ഒരക്ഷരം കേട്ടാൽ എന്റെ ശരീരം മുഴുവനും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ അങ്ങനെയാണ് പഠിക്കാൻ ഇറങ്ങാറുള്ളത്. ചോദിച്ചു, എങ്ങനെയാ നിങ്ങളത് അന്വേഷിച്ചിറങ്ങുന്നത്? ഒരു പെണ്ണിന് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ആ ഉമ്മ ആ കുഞ്ഞിനെ അന്വേഷിച്ചു പോകുന്നത് എങ്ങനെയാണോ, അങ്ങനെയാണ് ഇൽമ പഠിക്കാൻ, വാഴ കേൾക്കാൻ, നല്ലത് പഠിക്കാൻ, നല്ലതറിയാൻ ഞാൻ ഓടുന്ന ഓട്ടം അങ്ങനെയാണെന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആ രീതിയിൽ ഇൽമിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ വഴികൾ ഓരോന്നോരോന്ന് അല്ലാഹു എളുപ്പാക്കി തരും. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ജീവിതം
ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനോട് പറയുന്നത്, നീ ഒരു നല്ല കച്ചവടക്കാരനാകണം. എന്തുകൊണ്ട്? തിരൂര് ബിസിനസിന്റെ ഏരിയ, കച്ചവടങ്ങളാണ് അധികവും നടക്കാറുള്ളത്. അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. അത്താജിർ, ഒരു കച്ചവടക്കാരൻ. അസ്വദൂഖ്, എപ്പോഴും സത്യം പറയുന്ന, എപ്പോഴെങ്കിലൊക്കെ സത്യം പറഞ്ഞു വരും. ഒരു വാള് കെട്ടി പിറ്റേന്ന് നല്ല സത്യം, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ മറന്നു. അതല്ല. അത്താജിറു സ്വദൂഖു, സത്യസന്ധത സ്വഭാവമാക്കി കൊണ്ട് നടക്കുന്ന കച്ചവടക്കാരൻ. അൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ. എന്തിനാണെന്നറിയോ? ഇത് ഒറിജിനലാണോ അല്ലേ, ഇത് ചൈനയാണോ ജപ്പാനാണോ? സത്യം പറഞ്ഞു, ഇത് ചൈനയാണ് കേട്ടോ. ഇപ്പൊ ചൈന ഇല്ലാതെ വല്ലതും കിട്ടാനുണ്ടോ ലോകത്ത്? ഇത് ചൈന തന്നെയാണ്. പൈസ എത്രയാന്ന് പറഞ്ഞപ്പോ പൈസയും സത്യമായിട്ട് പറഞ്ഞു. എത്ര? ഇതിന് 200 റുപ്യാണ് വില, ഞങ്ങൾ വിൽക്കണത് 250-നാണ്. ആയിക്കോട്ടെ, 250 വിറ്റു, 250 വാങ്ങി വെച്ചു. അതിൽ 50 റുപ്യ എടുത്തിട്ട് എന്ത് ചെയ്തു? പോക്കറ്റ് കിട്ടും. മുതലാളിക്കറിയാം, മുതലാളിയോട് പറഞ്ഞ 200-ന് വിൽക്കാന്ന, സാധനത്തിന്റെ വില 180 അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞ് സത്യമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സത്യസന്ധതയുണ്ടായിട്ടില്ല. അൽ അമീൻ, സത്യം പറയുകയും വിശ്വസ്തനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ, ഒരു കച്ചവടക്കാരൻ. ആരാണോ കസ്റ്റമറുമായി ഡീൽ ചെയ്യുന്നത് അവരുടെയാണ് പ്രാധാന്യം. ഇതിന്റെ മുതലാളി എവിടെയോ ആയിരിക്കും, അതവിടെ ചർച്ചയല്ല. കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നത് ആരോ അവരാണ് ഈ ഗുണങ്ങൾ ഉണ്ടാവേണ്ടവർ. സത്യസന്ധതയുള്ള വിശ്വസ്തതയുള്ള കച്ചവടക്കാരൻ. നാളെ അംബിയാഇന്റെ കൂടെയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള വിവിഐപി സീറ്റുകൾ ഇയാൾക്ക് അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സയ്യിദ് ശുഹദാ ആണ്. സയ്യിദ് ശുഹദാഇന്റെ കൂടെ മറ്റു ശുഹദാക്കളുടെ കൂടെ ഒക്കെ ഇരിക്കാനുള്ള ഭാഗ്യം. വസ്സുദ്ദീഖീൻ, നല്ല കച്ചവടക്കാരനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒക്കെ ഇരിക്കാനുള്ള ഭാഗ്യം ആർക്കുണ്ടാകും? സത്യസന്ധതയുള്ള വിശ്വസ്തതയുള്ള കച്ചവടക്കാരനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അപ്പൊ ഈ കച്ചവടം ചെറിയ സംഗതിയല്ല, വലിയ സംഗതിയാണ്. അമ്പിയാക്കടൊപ്പം ഒരു ഉസ്താദിന് പോയിരിക്കണമെങ്കിൽ എത്ര ജോലി ചെയ്യണമെന്ന? കച്ചവടക്കാർക്ക് പോയിരിക്കുക ഇത് മതി. സത്യസന്ധത, വിശ്വസ്തത. ഇങ്ങനെ കച്ചവടം ചെയ്തോ പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടണ പോലെയാണ്. 4 കാര്യം ചെയ്തവർക്ക് സ്വർഗം ഉറപ്പാണ്. ആണുങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എത്രയെല്ലാം പണിയെടുക്കണം എന്നാ. പെണ്ണുങ്ങളോട് പറഞ്ഞ എന്താ? ഒരു 5 വക്ത് നിസ്കരിച്ചു, റമദാൻ നോമ്പ് വെച്ചു, പിന്നെ സക്കാത്ത് ഹജ്ജ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം. സാധാരണഗതി നിസ്കാരം നോമ്പ് ഫർളില് സാധാരണക്കാർക്ക് വരുന്നുള്ളൂ, മറ്റേ പൈസ ഉള്ളവർക്കല്ലേ. നോമ്പ് നിസ്കരിച്ചു, സോമത് ഷഹ്റഹ, റമദാൻ നോമ്പും നിർവഹിച്ചു. അത്വാഅത്ത് സൗജഹ, ഭർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചു. വഹഫിളത് ഫർജഹ, അവൾ അവളുടെ ശരീരം മറ്റൊരാൾക്ക് കൊടുക്കാതെ വ്യഭിചാരം ചെയ്യാതെ അവൾ സംരക്ഷിച്ചാൽ. ഖീല ലഹ ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നീ ഇങ്ങോട്ട് പോര് എന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി. സ്വർഗ്ഗം ഒരു ടൗൺ ഹാളാണെന്ന് വിചാരിക്കരുതേ. സ്വർഗം എന്നത് ലോകങ്ങളാണെന്നാണ്. സ്വർഗത്തിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് ലഭിക്കുന്ന മിനിമം ഈ ലോകത്തിന്റെ 2 ഇരട്ടിയാണ്. കേരളത്തിന്റെ 2 ഇരട്ടിയല്ല, ഈ ലോകത്തിന്റെ 2 ഇരട്ടിയാണ് സ്വർഗത്തിലേക്ക് വരുന്ന മിനിമം റിവാർഡ്. മിനിമം അത്രയാണ്. അള്ളാഹു നമ്മ അങ്ങോട്ട് എത്തിക്കട്ടെ. 5 സെന്റിന് 2 സെന്റിനൊക്കെയാണ് ഇവിടെ അടിയും പ്രശ്നവും ഗുൽമാലൊക്കെ നടക്കുന്നത് അല്ലെ. ലോകങ്ങളാണ്. കച്ചവടക്കാരന് സ്വർഗം കിട്ടാൻ എളുപ്പമാണ്. അത്താജിറു സ്വദൂഖുൽ അമീൻ. ഹോൾസെയിൽ എന്നല്ല പറയാ, റോഡ് സൈഡ് അല്ലല്ലോ. അങ്ങനെ പറയാറുണ്ട്, റോഡ് സൈഡ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, അങ്ങനെ അല്ലേ. മൊത്ത കച്ചവടവും ചില്ലറ വിൽപ്പനയും അതൊക്കെ തിരൂരിലുണ്ട്. ഇവരൊക്കെ സത്യസന്ധത പാലിക്കുകയും മുതലാളിമാരോടും കസ്റ്റമേഴ്സിനോടും വിശ്വസ്തയോടുകൂടെ കച്ചവടം ചെയ്യുകയും ചെയ്താൽ നാളെ പോയിരിക്കുന്നത് സ്വർഗത്തിൽ വിവിഐപികളായ അംബിയാഇന്റെയും ശുഹദാഇന്റെയും സിദ്ദീഖുകളുടെയും കൂടെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇനി വേണ്ടത്? നഞ്ഞു പോവല്ലേ, അടുത്ത സ്വലാത്തിൽ പോയിക്കോളി. എനിക്ക് കിട്ടാതെ കിട്ടിയല്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ കച്ചവടക്കാർ പോവുന്ന പരിപാടി.
കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. കച്ചവടം ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ കൊളാപ്സ് ആവും. അപ്പൊ ഒരു വഴി വേറെ കാണേണ്ടി വരും. അതുള്ളും കൂടി നേടി വരാണ്ട് എന്തെയ്യാ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഒരു ഫ്ലാറ്റ് കച്ചവടം നടന്നു. കച്ചവടം നടന്നപ്പോ നമ്മളെ നാട്ടിലൊന്നല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഷാമില നടന്നത്. 10 ദീനാറിന് കൊടുക്കേണ്ട ഒരു ഫ്ലാറ്റ് അന്ന് കച്ചവടം നടന്നത്, ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വീട്, അന്നത്തെ ഒരു വില്ല, കച്ചവടം നടന്നത് 20 ദീനാറിനാണ്. ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണ്, ദിർഹം വെള്ളി നാണയമാണ്. അപ്പോ മുതലാളി വന്നിട്ട് കച്ചവടം ചെയ്ത ആളോട് ചോദിച്ചു, തന്റെ ജോലിക്കാരനോട്, അല്ല എത്രക്കാ നിങ്ങൾ ഇയാൾക്ക് വിറ്റത്? ഒരു അറാബിക്കാ വിറ്റത്, ഏതോ ഒരു ബദു എന്നൊക്കെ പറയില്ലേ, 20-ന്. 20-ന്റെ ഫ്ലാറ്റ് അതാണല്ലോ, ഇതിന് 10 ഉള്ളൂ. അയാളോട് ഞാൻ 20 പറഞ്ഞു. അയാൾ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 20 കൊടുത്തു പോയി. ആ മനുഷ്യന്റെ പിന്നാലെ ഓടി നടന്നു ഈ കച്ചവടം ചെയ്ത മഹാനായ മനുഷ്യൻ. ഓടി നടന്ന് ആ അറാബി എവിടെയാണെന്നറിയാതെ ഒരുപാട് ദിവസങ്ങളോളം ചുറ്റിക്കറങ്ങി വാദികൾ മുഴുവനും തെരഞ്ഞു. ഏതെങ്കിലും അറാബി ഷാമിൽ വന്നിട്ട് ഇന്നാലിന്ന ആളിന് റൂം വാങ്ങിയിട്ടുണ്ടോ? ദിവസങ്ങൾക്ക് ശേഷം വിവരം കൊടുത്തു, ഇന്നാലിന്ന ആളാണ്. അറാബി അരികത്ത് ചെന്ന് പറഞ്ഞു, യാ അറാബി, അല്ലയോ അറാബിയായ മനുഷ്യ, നിങ്ങൾ വാങ്ങിച്ചത് എന്റെ സ്ഥാപനമാണ്, എന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതിന്റെ വില 10 ഉള്ളൂ. നിങ്ങൾ 20 വാങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആ ബാക്കിയുള്ള 20-ലെ 10 നിങ്ങൾ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ 20-ന്റെ വില്ല നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ കച്ചവടം നമ്മൾ ഒഴിയാം. ഇയാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇത് വട്ട് കേസാണല്ലോ, എന്താ ഇയാൾ പറയുന്നത്? നല്ല ഞാൻ ബോധത്തോടു കൂടെ പറയാണെന്ന്. ഞാൻ നിങ്ങൾക്ക് തന്ന 10 എനിക്ക് തിരിച്ചു തരുന്നോ? അല്ലെങ്കിൽ എനിക്ക് ഇതിലേറെ ക്വാളിറ്റിയിലെ വേറൊന്ന് തരാമെന്നോ? നിങ്ങൾ ഇതിന്റെ മുതലാളിനാണോ എന്ന് ചോദിച്ചു. അതെ, എന്റെ കൂടെ വാന്ന് പറഞ്ഞു. അറാബിക്ക് വേണം, ആവശ്യമുണ്ട് റൂം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിൽ മുന്തിയതൊന്നും വേണ്ട, ഇതിൽ മുന്തിയത് വേണ്ട, ഇത് തന്നെ മതി. എന്റെ 10 എന്റേതാണെങ്കിൽ തിരിച്ചു തന്നേക്കൂ. കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ 10 ദീനാർ സ്വർണ്ണ നാണയം കയ്യിൽ വെച്ചിട്ട് ഈ അറാബി ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ, ഈ മുതലാളി ആരാണ്? ഹുവ മുഹമ്മദ് ബിനുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. ലോകം കണ്ട പ്രഗൽഭനായ താബഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനും വലിയ ഖുർആൻ പണ്ഡിതനും അള്ളാഹുവിന്റെ ദീനിൽ ആബിദും ആരിഫുമായി ജീവിച്ച മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനാണ് ഈ മുതലാളി എന്ന് പറഞ്ഞപ്പോ എനിക്കിപ്പോ മനസ്സിലായി. അറാബി പറയുന്നുണ്ട്, ബിഹാദാ തുംതറു സ്സമാഉ ഇൻദനാ ഇൻദമാ നഖഹത്. ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ, മഴ വർഷിക്കാതെ, ഞങ്ങൾ വെള്ളം കിട്ടാതെ വലയുമ്പോൾ ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് എന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. ഇങ്ങനെ ഒരു സത്യസന്ധൻ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്. ഇങ്ങനത്തെ സത്യസന്ധനായ കച്ചവടക്കാരൻ. അൽഹംദുലില്ലാഹ്.